നമസ്കാരം. ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇരിഞ്ഞാലക്കുട നഗരസഭയിലെ ഇപ്പോഴത്തെ ഭരണസമിതിയുടെ അവസാനത്തേതെന്ന് കരുതുന്ന കൗൺസിൽ യോഗത്തിന് പരസ്പരം പോരുവിളിയോടെ കലാശക്കൊട്ട്. LDF, UDF കൗൺസിലർമാർ പരസ്പരം ചെയ്തതും ചെയ്യാത്തതുമായ പ്രവർത്തനങ്ങളെ ചൊല്ലി വാക്കേറ്റമായതോടെയാണ് ഭരണസമിതിയുടെ അവസാന കൗൺസിൽ യോഗം നാടകീയമായി പര്യവസാനിച്ചത്. വാക്കേറ്റവും തർക്കവുമായി ഇരു മുന്നണികളിലെയും കൗൺസിലർമാർ ചെയർപേഴ്സന്റെ ഇരിപ്പിടത്തിന് ചുറ്റും കൂടിയപ്പോൾ BJP കൗൺസിലർമാർ കാഴ്ചക്കാരായി. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ UDF ഭരണസമിതി സ്വന്തമായി ഒരു പദ്ധതി നടപ്പിലാക്കിയില്ലെന്ന് അഡ്വക്കേറ്റ് KR വിജയ ആരോപിച്ചു. ഏതെങ്കിലും ഒരു പദ്ധതിയുടെ നടത്തിപ്പിനായി കൌൺസിലർമാർ ഉദ്യോഗസ്ഥരുടെ പിന്നാലെ നടക്കേണ്ട സ്ഥിതിയാണെന്നും പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് KR വിജയ പറഞ്ഞു. വളരെ പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ഈ 5 വർഷം പോകുന്ന അല്ലെങ്കിൽ കഴിയുന്ന ഒരു സ്ഥിതിയാണ് ഈ അജണ്ടയിൽ കാണാൻ കഴിയുന്നത്. നിരവധി പല കൗൺസിലർമാർക്കും ആസ്തി രജിസ്റ്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. നമ്മളുടെ ഈ പദ്ധതികൾ പരമാവധി പൂർത്തീകരിച്ചു പോകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഒരു വകുപ്പുമായി ബന്ധപ്പെട്ടോ പൊതുമരാമത്തോ അല്ലെങ്കിൽ SC വികസനോ അത്തരത്തിലുള്ള പദ്ധതികൾ നമ്മളിപ്പോ ഓരോരുത്തരിലും ഹെഡുകളുണ്ട്. റവന്യൂ സൂപ്രണ്ട് ഉണ്ട്, അല്ലെങ്കിൽ ജനറൽ സൂപ്രണ്ട് ഉണ്ട്, SC ഓഫീസർ ഉണ്ട്, അതുപോലെ തന്നെ പൊതുമരാമത്ത് ME ഉണ്ട്, AE ഒക്കെ ഉണ്ട്. പക്ഷെ ഇവിടുത്തെ ഒരു സ്ഥിതി പറഞ്ഞാൽ ഒരു കൗൺസിലറുടെ ഒരു പദ്ധതി നടപ്പിലാകണമെങ്കിൽ ആ കൗൺസിലർ അതിന്റെ പിന്നാലെ നടന്നാൽ മാത്രമേ, ഒരു ദിവസം നമ്മൾ പോയില്ല എങ്കിൽ ആ ഒരു ദിവസം ആ ഫയലും ഒരു പണി നടക്കാത്ത ഒരു അവസ്ഥയാണുള്ളത്. മുനിസിപ്പൽ ടൗൺ ഹാളിലെ മലിനജലം ഇപ്പോഴും അശാസ്ത്രീയമായാണ് ഒഴുക്കിക്കളയുന്നതെന്നും അതിനൊരു ബദൽ സംവിധാനം ഒരുക്കാൻ പോലും ഇപ്പോഴത്തെ ഭരണസമിതിക്ക് കഴിഞ്ഞില്ലെന്നും ടേക്ക് എ ബ്രേക്കും പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞില്ലെന്നും CC ഷിബിൻ കുറ്റപ്പെടുത്തി. ഇപ്പോൾ
പ്രദേശങ്ങളിലെ എല്ലാ പഞ്ചായത്തുകളിലും ക്രിമിറ്റോറിയം യാഥാർത്ഥ്യമായെങ്കിലും ഇരിങ്ങാലക്കുട നഗരസഭയിൽ മാത്രം എല്ലാ വർഷവും പദ്ധതി വിഹിതം അനുവദിക്കുകയും പിന്നീട് ലാപ്സ് ആവുകയും ചെയ്യുന്ന പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരിക്കുകയാണെന്ന് ടി കെ ഷാജു ചൂണ്ടിക്കാട്ടി. ഞാൻ 2010 കൗൺസിലറായി ഇവിടെ വന്നപ്പോ അന്ന് തൊട്ട് തുടങ്ങിയതാണ് നമ്മൾ ക്രിമിറ്റോറിയം. ഇപ്പോഴും സ്റ്റാറ്റ്യൂട്ടറി അജണ്ടയുടെ ഭാഗമായിട്ട് എല്ലാ പ്രൊജക്ട് വരുമ്പോഴും നമ്മൾ ക്രിമിറ്റോറിയം വിളിക്കുന്നു. നമുക്കതിലൊരു കൃത്യമായി അവിടുത്തെ ജനങ്ങളെ വിശ്വസിപ്പിച്ചുകൊണ്ട് ഇന്നലെ കഴിഞ്ഞ ദിവസം തന്നെ ആളൂർ പഞ്ചായത്തിൽ നമ്മൾ പത്രങ്ങളൊക്കെ ദേശാടക്കം എല്ലാ പത്രങ്ങളും ഇതുകൊണ്ട് ആളൂർ പഞ്ചായത്തിലടക്കം ക്രിമിറ്റോറിയം ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ഇത് കാണുന്നു. നമ്മൾ ഈ കഴിഞ്ഞ 15 വർഷമായിട്ട് നമ്മളെല്ലാവരും ഉള്ള ഈ കൗൺസിലില് ഇതിനു വേണ്ടി ഒരു പ്രയത്നം എടുത്ത് ഒരു സ്ഥലം കണ്ടെത്തി ആളുകളെ കൺവിൻസ് ചെയ്യിക്കണം. ഓടിച്ചെന്ന് അടിച്ചേൽപ്പിക്കാൻ പറ്റിയ ഒരു സംവിധാനമല്ല. അത് വളരെ ദീർഘദർശനത്തോടു കൂടി തന്നെ അവിടെയുള്ള ജനങ്ങൾക്ക് ഏറെ ഭാഗം തന്നെ കണ്ടെത്തി ജനങ്ങളെ വിശ്വസിപ്പിച്ച് അവിടെ ഒരു മീറ്റിംഗ് കൗൺസിലറുടെ നേതൃത്വത്തിൽ അടക്കം വിളിച്ചു കൂട്ടി ബന്ധപ്പെട്ട പ്രൊജക്ട് തന്നെ വാർഡ് 9 നിരന്തരം കൗൺസിൽ അജണ്ട വരുമ്പോഴും പ്രൊജക്ട് വരുമ്പോഴും പദ്ധതി വരുമ്പോഴും കഴിച്ചു വരും. ഏത് നമ്മുടെ വികസന രേഖയിലും ഇതിലൊക്കെ. പക്ഷെ ഒരു തീരുമാനം പോലും അതിലെടുക്കാൻ കഴിയില്ല. എല്ലാ വർഷവും നമ്മൾ നോക്കാം. അത് ലാപ്സായിട്ടും അല്ലേ 50 ലക്ഷം മാറ്റി വെച്ചു, 20 ലക്ഷം മാറ്റി വെച്ചു, അന്നൊക്കെ പറയുന്ന ലക്ഷങ്ങൾ മാറ്റി വയ്ക്കുന്നു. പക്ഷെ നടപ്പിലാക്കാനുള്ള ഒരു നടപടിക്രമങ്ങളും നമുക്കെടുത്തിട്ടില്ല. ഭരണപക്ഷത്തിനെതിരെയുള്ള നീണ്ട ലിസ്റ്റ് വന്നതോടെ നിങ്ങളുടെ ആരുടെയും വാർഡിൽ ഒരു പ്രവർത്തനം പോലും ഇതുവരെയും നടന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ നിങ്ങളാരും കൗൺസിലർമാരായി ഇരിക്കാൻ യോഗ്യരല്ലെന്നും കൗൺസിലിൽ വരുമ്പോൾ ഭരണപക്ഷത്തിനെതിരെ തിരിയുന്ന കൗൺസിലർമാർ കൗൺസിൽ അംഗീകരിച്ച് വാർഡിൽ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ സോഷ്യൽ മീഡിയകളിൽ നിരന്തരമായി പോസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ എന്നും ഇതെല്ലാം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി പറയുന്നതാണെന്നും സുജ സഞ്ജീവ് കുമാർ പറഞ്ഞു. കേന്ദ്ര വിഹിതത്തിന്റെയും സംസ്ഥാന വിഹിതത്തിന്റെയും കണക്കുകൾ നിരത്തിയ BJP LDF കൗൺസിലർമാർക്കെതിരെ അതെല്ലാം നമ്മൾ നൽകുന്ന നികുതി തുക തന്നെയാണെന്നും ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ നഗരസഭയോ ആണെന്ന് കരുതി നമ്മൾ അതിന് യോഗ്യരല്ലാതാവുന്നില്ലെന്നും ഇത് നമ്മുടെ അവകാശമാണെന്നും സുജ സഞ്ജീവ് കുമാർ ആഞ്ഞടിച്ചു. മുനിസിപ്പാലിറ്റിയിൽ എന്ത് നടക്കുമെന്നുള്ളത് ഈ ഒരു കൗൺസിലേക്ക് കൊണ്ടുവന്ന് കൗൺസിലിന്റെ അനുവാദത്തോടു കൂടി തന്നെയാണ് നമുക്ക് ലഭ്യമായ പദ്ധതികളും നമുക്ക് ലഭ്യമായ ഫണ്ടും ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്തത്. നമ്മുടെ എല്ലാവരുടെയും ഭാവിയിലെ ഒരു പ്രവർത്തനവും നടന്നിട്ടില്ല എന്നാണോ നിങ്ങൾ കൗൺസിലർമാർ വിശ്വസിക്കുന്നത്? നിങ്ങളുടെ ആരുടെ വാർഡിൽ ഒരു പുരോഗതി നടന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ ആരും കൗൺസിലർമാരെ എനിക്കവിടെ യോഗ്യരല്ല അതെനിക്ക് പറയേണ്ടി വരും. ഓരോ കൗൺസിലർമാരുടെ വാർഡിലും കൃത്യമായ വികസനം നടന്നത് കൃത്യമായ രേഖകൾ പ്രകാരം ഫേസ്ബുക്കിലും വാട്സപ്പിലും കൃത്യമായിട്ട് വരുന്നുണ്ടല്ലോ. എന്റെ ഈ കൗൺസിൽ ഹോളിൽ വരുമ്പോൾ മാത്രം അതിനൊരു അഗൻസ്റ്റ് ഇത് സാധാരണ ജനങ്ങളുടെ കണ്ണിൽ പൊട്ടിയിടാനുള്ള ഒരു അളവാണെന്ന് പറയാതിരിക്കാൻ വയ്യ. കഴിഞ്ഞ 5 വർഷങ്ങളിലായിട്ട് നമ്മൾ ഈ കൗൺസിൽ എടുത്ത തീരുമാനം തന്നെയാണ് നമ്മൾ ഓരോരുത്തരുടെ വാർഡുകളിൽ പല വികസന പ്രവർത്തനങ്ങളായിട്ട് നടന്നിട്ടുണ്ട്. അതില്ലാന്ന് നിങ്ങൾക്ക് ആർക്കും പറയാൻ സാധിക്കില്ല. ആണെങ്കിലും നമ്മുടെ എന്താ പറയാ ശുചീകരണ പ്രവർത്തനങ്ങളായാലും അല്ലെങ്കിൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട പ്രവർത്തനമാണെങ്കിലും അതല്ലെങ്കിൽ PMA ലൈഫ് പദ്ധതി ആണെങ്കിലും അമൃത് പദ്ധതി ആയാലും ഏതൊരു പദ്ധതിയായാലും ഇരിങ്ങാലക്കുട ജനങ്ങൾക്ക് എന്തായാലും ആവശ്യമില്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതി ഇവിടെ ഇരിങ്ങാലക്കുടയ്ക്ക് ആവശ്യമില്ലാന്ന് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പദ്ധതി ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റി ആർക്കും വേണ്ട എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അതൊന്നും ശരിയല്ല. നമ്മളെല്ലാവരും ഒരു മുട്ടുസൂചി വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ടാക്സ് കൊടുക്കുന്നത് കൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് ആയാലും സ്റ്റേറ്റ് ഗവൺമെന്റ് ആയാലും 50 പൈസ. ഇവിടെയുള്ള ഓരോ മനുഷ്യരും ഇവിടെയുള്ള ഓരോ വീട്ടുകാർക്കും അതിനുള്ള അർഹതയുണ്ട്, അവരുടെ അവകാശമാണ് അവർക്ക് ലഭിക്കുന്നത്. അതിപ്പോ കേന്ദ്രം ഒരു പദ്ധതി നടത്തിയതുകൊണ്ടോ സ്റ്റേറ്റ് ഗവൺമെന്റ് നടത്തിയതുകൊണ്ടോ ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റി നടത്തിയതുകൊണ്ടോ ആ ഒരു പദ്ധതിക്ക് ആരും യോഗ്യതയില്ലെന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്ക് ആർക്കും അധികാരില്ല. അവർക്ക് എല്ലാവരുടെ അവകാശമാണ്. നഗരസഭ ചന്തക്കുന്ന് ഭാഗത്തേക്കുള്ള കുടിവെള്ള വിതരണം മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടി മാർക്കറ്റ് പരിസരത്ത് സ്ഥാപിച്ച 2.5 ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ജലസംഭരണി ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിന്റെ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3.5 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പ്രവൃത്തികളുടെ ഉദ്ഘാടന ചടങ്ങിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ വിളിക്കാഞ്ഞതിനെ അപലപിച്ച് സന്തോഷ് ബോബൻ.
നേരിട്ട് വിളിച്ച് അദ്ദേഹത്തിന്റെ ഒഴിവ് നോക്കാതെ ഒരു മെയിൽ മാത്രമാണ് അയച്ചതെന്നും സന്തോഷ് ബോബൻ പറഞ്ഞു. പ്ലാവിലയുടെ വലിപ്പമുള്ള ഒരു കൊച്ചു സംസ്ഥാനത്തെ കുഞ്ഞു മന്ത്രിയെ വെച്ച് ഉദ്ഘാടനം വെച്ചെന്നും ഉദ്ഘാടന പത്രികയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ വിശിഷ്ടാതിഥിയാക്കിയത് മോശമായെന്നും സന്തോഷ് ബോബൻ ആക്ഷേപിച്ചു. വളരെ മോശമായ രീതിയിലാണ് ആ വിഷയം ഈ നഗരസഭ കൈകാര്യം ചെയ്യുന്നത്. അത് അമൃത് പദ്ധതി പഠിച്ചാണ്. നിങ്ങളെന്താ ചെയ്ത കേന്ദ്രമന്ത്രിയായിട്ടുള്ള സ്ഥലം എം പിക്ക് ഒരു മെയിൽ അയച്ചു. ചെയർപേഴ്സൺ പറഞ്ഞത് മെയിൽ അയച്ചു. അങ്ങോട്ട് ഡേറ്റോ സമയമൊന്നും ചോദിച്ചില്ല. ആള് സമയം തന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ. പക്ഷെ ആ കേന്ദ്രമന്ത്രി ഇതിനെ ഒഴിവാക്കിയിട്ട് അയാൾക്ക് മെയിൽ അയച്ചിട്ട് നമ്മൾ ആ പരിപാടികൾ നടത്തി. അങ്ങോട്ട് വരാൻ പറ്റാതെ അങ്ങോട്ട് അറിയിക്കാതെ ഒരു മെയിൽ അയച്ചാൽ ഒരു മറുപടി വരണ്ടേ? കേന്ദ്രമന്ത്രിയാണ്. അപ്പൊ വിളിക്കുന്നത് വേണ്ടേ? അപ്പൊ അതിന് പകരം നമ്മൾ അതിനുള്ള യാതൊരു ശ്രമവും നടത്താതെ ഒരു മെയിൽ അയച്ച് നമ്മൾ അവരുടെ ഡ്യൂട്ടി ചെയ്തു എന്ന് തോന്നി നമ്മൾ അതും വിശിഷ്ടാതിഥിയായിട്ട്. അങ്ങനെയാണോ ഒരു കേന്ദ്ര മന്ത്രിയെ നമ്മൾ ഒരു പരിപാടിയിൽ കൈകാര്യം ചെയ്യാൻ? ചിലപ്പോൾ ആലോചിച്ച് നോക്കൂ. അങ്ങനെയാണോ? ഒരു പ്ലാവിലയുടെ വലിപ്പമുള്ള കുറച്ച് സംസ്ഥാനങ്ങളായിരുന്നോ? അവിടുത്തെ ഒരു കുഞ്ഞു മന്ത്രി വന്നിട്ട് ഉദ്ഘാടനം ചെയ്യാൻ കേന്ദ്രമന്ത്രി വന്നിട്ട് വിശിഷ്ടാതിഥിയായിട്ടിരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതൊന്നും ശരിയല്ല. ഞാനത് ചെയർപേഴ്സണോട് പറഞ്ഞത് ശരിയല്ല. അദ്ദേഹത്തിന്റെ ചോദിക്കണ്ടായിരുന്നു. നമുക്ക് രാഷ്ട്രീയമായിട്ട് യോജിപ്പുണ്ടാവും. പക്ഷേ മന്ത്രിയാണ്, അത് അംഗീകരിച്ചേ പറ്റൂ. ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് അധ്യക്ഷത വഹിച്ചു. വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് വികസനോത്സവം വിവിധ പദ്ധതികളുടെ നിർമ്മാണോദ്ഘാടനവും വൈവിധ്യമാർന്ന കലാ സാംസ്കാരിക പരിപാടികളും ഉൾപ്പെടുത്തി നവംബർ 3 രാവിലെ 9:30 മുതൽ വൈകിട്ട് വരെ ബ്ലോക്ക് പഞ്ചായത്ത് കോമ്പൗണ്ടിലെ വിവിധ വേദികളിൽ നടക്കുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപ് പത്രസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 9:30 പഞ്ചായത്തിലെ മുതിർന്ന അംഗവും ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ഉണ്ണികൃഷ്ണൻ കുറ്റിപ്പറമ്പിൽ വികസനോത്സവത്തിന്റെ കൊടി ഉയർത്തും. വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് ADA ഓഫീസിന് മുകളിലായി ബ്ലോക്ക് പരിധിയിലെ കാർഷിക ക്ഷീര മൃഗസംരക്ഷണ മേഖലയിലെ കർഷകർക്കും മറ്റു പരിശീലന പരിപാടികൾക്കുമായി എല്ലാ സൗകര്യങ്ങളോടും കൂടി തയ്യാറാക്കിയിട്ടുള്ള കാർഷിക പഠന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA നിർവഹിക്കും. തുടർന്ന് നാളത്തെ പഞ്ചായത്ത് എന്ന വിഷയത്തിൽ മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് പ്രഭാഷണം നടത്തും. നവീകരിച്ച ബ്ലോക്ക് പഞ്ചായത്തിന്റെ മിനി കോൺഫറൻസ് ഹാൾ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ സ്മരണയ്ക്കായി മന്ത്രി ഡോക്ടർ R ബിന്ദു സമർപ്പിക്കും. നവീകരിച്ച ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫ്രണ്ട് ഓഫീസ് ഉദ്ഘാടനം പ്രസിഡന്റ് സുധാ ദിലീപ് നിർവഹിക്കും. 3 മണിക്ക് ഗാന്ധി ഗുരു സംവാദ ശതാബ്ദിയോടനുബന്ധിച്ച് ബ്ലോക്ക് പരിധിയിലെ 21 വായനശാലകൾക്കും ഗാന്ധി ഗുരു അംബേദ്കർ കോർണർ സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത അലമാരയും 100ഓളം പുസ്തകങ്ങളും വിതരണം ചെയ്യും. വിതരണ ഉദ്ഘാടനം സംസ്ഥാന ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ ധർമ്മരാജ ഡാട്ട് നിർവഹിക്കും. ബ്ലോക്ക് പഞ്ചായത്ത് കോമ്പൗണ്ടിൽ നടക്കുന്ന ചടങ്ങിൽ മുൻ ഇന്റർനാഷണൽ വോളിബോൾ താരം PC ഗോപിദാസ് കേരളോത്സവം ഉദ്ഘാടനം ചെയ്യും. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കുറ്റിപ്പറമ്പിൽ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ അസ്മാ ബി ലത്തീഫ്, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സുരേഷ് അമ്മനത്ത്, ജനറൽ എക്സ്റ്റൻഷൻ ഓഫീസർ PK ഷൈജു എന്നിവരും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. വികസനോത്സവം സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഈ വരുന്ന നവംബർ 3 രാവിലെ 9:30 മുതൽ വൈകിട്ട് 7 മണി വരെയാണ് വികസനോത്സവ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. രാവിലെ 9:30 കാർഷിക പഠന കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത് അവിടെ കൂൺ ഗ്രാമം എന്ന പദ്ധതിയിലെ കർഷകർക്ക് വേണ്ടി കൂൺ കൃഷി ഗ്രാമം ഏറ്റെടുത്ത് നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ക്ലാസുകൾ നടത്തിക്കൊണ്ട് അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടും. അതിനുശേഷം വിവിധങ്ങളായിട്ടുള്ള കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം കൂടി അന്നേ ദിവസം നടത്തപ്പെടുന്നുണ്ട്. അതിൽ പ്രധാനമായി വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ മിനി കോൺഫറൻസ് ഹാൾ നവീകരിച്ച് കേരളത്തിന്റെ ആരാധ്യനായിരുന്ന മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ സ്മരണയ്ക്കായി അദ്ദേഹത്തിന്റെ പേരിൽ നാമകരണം ചെയ്തുകൊണ്ട് വികസനോത്സവം കേരളത്തിന്റെ പ്രിയപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു അവർ ഉദ്ഘാടനം ചെയ്യും. ഇരിഞ്ഞാലക്കുട ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് റോവേഴ്സ് ആൻഡ് റേഞ്ചേഴ്സ് യൂണിറ്റിന്റെ ത്രിദിന സഹവാസ ക്യാമ്പ് ആരംഭിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് ത്രിദിന ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു.
നമ്മുടെ 150 കൊല്ലം പഴക്കമുള്ള ഈ മുത്തശ്ശി സ്കൂൾ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും ഇപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ കൗൺസിലേഴ്സൊക്കെ ഒത്തിരി നൊസ്റ്റാൾജിയാണ് ഈ സ്കൂളിനെ കുറിച്ച്. ഇത് പഴയ ഒരു സ്കൂളല്ല, ഇന്ന് ഒത്തിരിയേറെ മാറിയിട്ടുണ്ട് സ്കൂള്. അത് ഇപ്പം നമ്മുടെ മുരളി മാഷ് പറഞ്ഞല്ലോ, ഒത്തിരിയേറെ മാറ്റങ്ങൾ. ഇപ്പം ഈ റേഞ്ചേഴ്സ് ആൻഡ് റോവേഴ്സ് അതിൽ തന്നെ, അതായത് നമ്മുടെ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ഉണ്ടാകാനുള്ളൊരു സാഹചര്യം നമ്മുടെ ടീച്ചേഴ്സിനെ, ഞാൻ പ്രത്യേക പേരെനിക്ക് അറിയില്ല എങ്കിൽ ആ ടീച്ചേഴ്സിനെ പ്രത്യേകം ഇതിനു വേണ്ടി ട്രൈ ചെയ്ത ടീച്ചേഴ്സിനെ അഭിനന്ദിക്കുകയാണ്. കാരണം നമ്മുടെ കുട്ടികളിലെ ആ സഹവർത്തിത്വം, അതുപോലെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, ഒരു സാമൂഹ്യ അവബോധം, ശുചിത്വം, ഇതൊക്കെ വളർത്തിയെടുക്കണമെങ്കിൽ ഇങ്ങനെയുള്ള സംഘടനകളൊക്കെ ഒത്തിരി പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ അവർക്ക് തന്നെ അറിയാം. ഇപ്പോൾ NSSൻ്റെ കുട്ടികളും ഇതിലുണ്ടല്ലോ, അപ്പോൾ അവരാണല്ലോ പോയത്. അപ്പോൾ അവരൊക്കെ ഈ ക്യാമ്പ്, ഇപ്പോൾ നമ്മുടെ മുരളി മാഷ് പറഞ്ഞ പോലെ നമ്മൾ വീട്ടിൽ നിങ്ങൾക്ക് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, വീട്ടിലെ ആ ഒരു ഫുഡായിരിക്കില്ല ഇവിടെ. അതൊക്കെ ഒരു രസമാണ് അല്ലേ, അറേഞ്ച് ചെയ്ത് നിങ്ങൾ കൂട്ടത്തിൽ നിന്ന് കഴിക്കുമ്പോൾ അതൊക്കെ എല്ലാം മറക്കും. ഇവിടെയുള്ള ആ ഒരു പരിമിതിയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കും. അതുപോലെ ഇപ്പം നിങ്ങൾ കൂടുതൽ ഇങ്ങനെയുള്ള താമസിച്ചുള്ള ഒരു കോഴ്സിലായിരിക്കും കൂടുതൽ നിങ്ങളുടെ കൂട്ടുകാരെ കുറിച്ച് അറിയാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് പരസ്പരം എങ്ങനെ മറ്റുള്ളവരെ സഹായിക്കണമെന്നും, അതുപോലെ ഇപ്പോഴുള്ള നമ്മുടെ ആ സാമൂഹ്യ അവബോധങ്ങൾ ഒത്തിരിയേറെ വേണ്ട ഒരു കാലഘട്ടം തന്നെയാണ് ഇപ്പോൾ. മറ്റുള്ളവരെ ആ സഹായിക്കാനുള്ളൊരു മനോഭാവം നിങ്ങളിലുള്ളതുപോലെ തന്നെ നിങ്ങളുടെ ശുചിത്വ മനോഭാവം. നമ്മളിന്ന് ഏറ്റവും കൂടുതൽ ഗവൺമെൻറ് ആണെങ്കിലും പറയുന്നൊരു കാര്യമാണ് ശുചിത്വത്തെക്കുറിച്ച്. അത് നമുക്ക് ആ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ കാര്യം, അതുപോലെ വെള്ളത്തെക്കുറിച്ചുള്ളത്, നിങ്ങൾക്ക് പിന്നെ ഒരു അപായം ഉണ്ടായാൽ എങ്ങനെ രക്ഷപ്പെടാം എന്നതിനെ കുറിച്ചൊക്കെ ഒരു പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ നിങ്ങൾക്ക് CPRൻ്റെ ക്ലാസ് കൊടുക്കുന്നുണ്ട്. CPRൻ്റെ ക്ലാസ്, അതായത് കാർഡിയാക് പൾമിനറി റിസസിറ്റേഷൻ, അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തരും. ഒരാൾ പെട്ടെന്ന് കുഴഞ്ഞു വീണാൽ നിങ്ങൾക്ക് എങ്ങനെ സംരക്ഷിക്കാൻ സാധിക്കും എന്നതിനെക്കുറിച്ചൊക്കെ. അതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ അതൊക്കെ അറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലാണെങ്കിലും ചെറിയൊരു സംഭവം ഉണ്ടായാൽ അത് നിങ്ങളുടെ മാതാപിതാക്കളാകാം, ബന്ധുക്കളാകാം, ആരായാലും. ഇപ്പം നമ്മളൊരു ഒരു പൊതുവായൊരു സ്ഥലത്ത് നിങ്ങൾക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ നിങ്ങൾക്ക് എങ്ങനെ അവരെ രക്ഷപ്പെടുത്താൻ സാധിക്കും എന്നൊക്കെ, പിന്നെ ഫയർ സേഫ്റ്റിയെ കുറിച്ച്, പിന്നെ ജലം അമൂല്യമാണെന്നറിയാം, അതെങ്ങനെ നമുക്ക് പാഴാക്കാതെ സൂക്ഷിക്കാൻ സാധിക്കും എന്നതിനെ കുറിച്ചൊക്കെ നിങ്ങളുടെ ഈ ത്രിദിന ക്ലാസ്സിൽ നിങ്ങൾക്ക് അതോടൊപ്പം മനസ്സിലാക്കി കിട്ടും. പ്രിൻസിപ്പൽ MK മുരളി അധ്യക്ഷത വഹിച്ചു. എല്ലാവരും അറിയാൻ വേണ്ടി പറയാണ്, ഇതിനൊരു 7 ദിവസത്തെ ഒരു ക്യാമ്പിൽ ഈ ടീച്ചേഴ്സ് പങ്കെടുക്കണം. അത് വളരെ കഠിനമായിട്ടുള്ളൊരു ക്യാമ്പാണ്. അത് കുട്ടികൾക്ക് കൂടി പകർന്നു കൊടുക്കണം എന്നുള്ള രീതിയിൽ പല ടീച്ചേഴ്സും ഇതിന് തയ്യാറാകാത്തൊരവസ്ഥയാണ്. കാരണം ഞാൻ 2022 ഇവിടെ പ്രിൻസിപ്പളായി വന്ന സമയത്ത് തന്നെ നമ്മുടെ സ്കൂളിൽ തന്നെ ഈ സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ ഓഫീസ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു യൂണിറ്റ് ഉണ്ടായാൽ വളരെ സൗകര്യമാണെന്നുള്ള കാര്യത്തിൽ ഞാൻ സ്റ്റാഫിനോട് എപ്പോഴും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്, നമ്മുടെ സ്കൂളിൽ എന്തുകൊണ്ട് സ്കൗട്ട് ആൻഡ് ഗൈഡ് ഇല്ല എന്നുള്ളത്. പക്ഷേ ഈ 2 ടീച്ചർമാരും മുന്നോട്ട് വന്നപ്പോഴാണ് നമുക്ക് സ്കൗട്ട് ആൻഡ് ഗൈഡ് ഉണ്ടായത്. ഇതിന് ഒരുപാട് ഉദ്ദേശങ്ങൾ നമുക്കുണ്ട്. ഒന്നാമത്തെ കാര്യം കുട്ടികളിൽ അച്ചടക്കം ഉണ്ടാക്കുക, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ ബോധം ഉണ്ടാക്കുക. മാത്രമല്ല ഇന്ന് 3 ദിവസത്തെ ക്യാമ്പാണ്. ആ 3 ദിവസത്തെ ക്യാമ്പ് എന്ന് പറയുന്നത് പല കുടുംബങ്ങളിൽ നിന്ന് വന്ന കുട്ടികളാണ് നിങ്ങൾ. പക്ഷെ പല വിചാരങ്ങളോടെ വരുന്ന കുട്ടികൾ ഒന്നായി 3 ദിവസം ഒരേ മനസ്സോടുകൂടി നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ പല കുടുംബങ്ങളിൽ നിന്ന് വന്ന ആളുകൾ ഒന്നിക്കുക എന്നുള്ള ഒരു സന്ദേശമാണ് ഈ ക്യാമ്പിലൂടെ നമുക്ക് എല്ലാവർക്കും കിട്ടുക എന്ന് ഞാൻ വിചാരിക്കുന്നു. സ്കൗട്ട് DC വാസു, റേഞ്ചേഴ്സ് DTC EB ബേബി, പ്രൊഫസേഴ്സ് അക്കാദമി ഡയറക്ടർ ഫൈസൽ P അബൂബക്കർ, സ്കൂൾ ഹെഡ്മിസ്ട്രസ് TK ലത, VHSC പ്രിൻസിപ്പൽ സൂരജ് ശങ്കർ, സ്റ്റാഫ് സെക്രട്ടറി CP ഷാജി, NSS പ്രോഗ്രാം ഓഫീസർ NV വിനുകുമാർ എന്നിവർ പ്രസംഗിച്ചു. റേഞ്ചേഴ്സ് ലീഡർ KG സുലോചന സ്വാഗതവും റോവേഴ്സ് ലീഡർ KA ഷീന നന്ദിയും പറഞ്ഞു. കഴിഞ്ഞ 1/4 നൂറ്റാണ്ടായി ഇരിഞ്ഞാലക്കുട നഗരസഭ ഭരണത്തിന് നേതൃത്വം നൽകുന്ന UDFന്റെ ഭരണ പരാജയത്തിനെതിരെ ജനകീയ കുറ്റപത്രവുമായി LDF കൗൺസിലർമാരുടെ പ്രതിഷേധം. നഗരസഭാ കാര്യാലയത്തിന് മുൻപിൽ നടന്ന പ്രതിഷേധത്തിൽ കൗൺസിലർ അൽഫോൺസ തോമസ് അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CC ഷിബിൻ സ്വാഗതം പറഞ്ഞു.
നഗരസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് KR വിജയ ജനകീയ കുറ്റപത്രം വിശദീകരിച്ചു. പൂർത്തീകരിക്കാത്ത പദ്ധതികൾ, വാഗ്ദാന ലംഘനങ്ങൾ, ആരോഗ്യ മേഖല, റോഡുകളുടെ ശോചനീയാവസ്ഥ, വിദ്യാഭ്യാസം, സാംസ്കാരികം, ശുചിത്വ മിഷൻ, ജലവിതരണം, വൈദ്യുതി വിതരണം, കാർഷിക രംഗം, വയോജനക്ഷേമം, സാമൂഹ്യനീതി, കുടുംബശ്രീ, നഗരസഭാ മൈതാനത്തിന്റെ ദുരുപയോഗം തുടങ്ങി വിവിധ വിഷയങ്ങളിലാണ് ഇരിഞ്ഞാലക്കുട നഗരസഭയിലെ UDF ഭരണത്തിനെതിരെ LDF ജനകീയ കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത്. 25 വർഷക്കാലമായി തുടർച്ചയായി ഭരിക്കുന്നു. അതിലേറ്റവും അവസാനത്തെ 20-25 വർഷക്കാലത്തെ ഈ ഭരണസമിതിയുടെ പ്രവർത്തനം ഇത്രയും മോശമായിട്ടുള്ള ഒരു പ്രാദേശിക സർക്കാർ അല്ലെങ്കിൽ നഗരസഭാ ഭരണം ഇരിഞ്ഞാലക്കുടയുടെ ജനങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ലാതെ, സഞ്ചാരയോഗ്യമായിട്ടുള്ള ഒരു റോഡ് പോലും ഇല്ലാതെ, നമ്മുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള അയ്യങ്കാവ് മൈതാനം എന്ന് പറയുന്നത് ഒരു ചാറ്റൽ മഴ പെയ്താൽ പോലും തോണിയിറക്കാൻ കഴിയുന്ന രീതിയിലേക്കുള്ള അവസ്ഥയാണ് അയ്യങ്കാവ് മൈതാനത്തിനുള്ളത്. അറവുശാലയില്ല, ക്രിമിറ്റോറിയമില്ല, അതുപോലെ തന്നെ ഖരമാലിന്യ സംസ്കരണ പ്ലാന്റ്, 5.5 ഏക്കർ ട്രഞ്ചിങ് ഗ്രൗണ്ടാണ് ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റിക്ക് സ്വന്തമായിട്ടുള്ളത്. ഇത്രയും സൗകര്യപ്രദമായിട്ടുള്ള ഒരു പശ്ചാത്തലം നിലനിൽക്കിയ ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു ഖരമാലിന്യ സംസ്കരണ പ്ലാന്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലക്കുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക. നന്ദി, നമസ്കാരം. ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ICL Medilab, empowering health, near Altara, opposite Village Office, Iringalakkuda, from the House of ICL. To Line, weaving stories around you. To Line Designer Studio, creations made from the heart.